ആൽഫ കോർണറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ് കെമിസ്ട്രിയിലെ ആദ്യ ചാപ്റ്ററായ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമർസും എന്ന പാഠഭാഗമാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഇതിൻ്റെ ആദ്യൊരു വീഡിയോ പാർട്ട് 1 ആയി ചെയ്തിട്ടുണ്ട്. ഏകദേശം പാഠഭാഗത്തിൽ 13 പേജുകൾ അതിൽ കവർ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ഒന്ന് കാണുക. അപ്പോൾ നമ്മൾ പേജ് നമ്പർ 14 മുതലാണ് ഈ രണ്ടാമത്തെ പാർട്ടിൽ നോക്കുന്നത്. ഇവിടെ ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തീകരിക്കുക. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യ ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഒരു സംയുക്തം അതിൻ്റെ IUPAC നാമം. ഇവിടെ ഒന്നിലധികം ശാഖയുള്ള ഒരു സംയുക്തമാണ് അല്ലേ. ഹൈഡ്രോകാർബൺ ആണ്, ഒന്നിലധികം ശാഖ, 2 ശാഖയാണ് ഇവിടെ ഉള്ളത്. എങ്ങനെയാണ് നമ്മളിതിൻ്റെ IUPAC നാമം? ഇവിടെ ആദ്യം നമ്മൾ ഈ മുഖ്യ ചെയിൻ അല്ലേ, ഇതിലെ മെയിൻ ചെയിൻ, അതിന് നമ്പർ കൊടുത്തു. ചെയിന് അല്ലേ, ശാഖ പെട്ടെന്ന് കിട്ടുന്ന രീതി നമ്പർ കൊടുത്തു. 1 2 3 4 5 6 നമ്പർ കൊടുത്തു. അതിനുശേഷം ശാഖകൾ മനസ്സിലാക്കി. CH3 അല്ലേ, 2 ഒരുപോലുള്ള ശാഖ, മീഥൈൽ ശാഖയാണ്, മീഥൈൽ ഗ്രൂപ്പാണ്. ശാഖകളുടെ സ്ഥാനങ്ങൾ മനസ്സിലാക്കി. ആദ്യ ശാഖ 2ാമത്തെ കാർബണിലും 2ാമത്തെ ശാഖ 4ാമത്തെ കാർബണിലുമാണ് ഉള്ളത്. ഇനി പേര് കൊടുക്കുമ്പോൾ ആദ്യം ശാഖകളുടെ സ്ഥാനസംഖ്യകൾ അല്ലേ, 2, 4, 2 ശാഖയും ഒരുപോലുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ സ്ഥാനങ്ങൾ അല്ലേ, ശാഖയുടെ സ്ഥാനങ്ങൾ അടുത്തടുത്ത് കൊടുത്തത്. 2, 4 ഹൈഫണ് കൊടുത്തു. 2 എണ്ണം ഒരേപോലെ വന്നാൽ ആ ശാഖയെ നമുക്ക് എന്ത് എഴുതാം? ഡൈമീഥൈൽ എന്ന് എഴുതാം. ഡൈമീഥൈൽ അല്ലേ. ഇനി ചെയിനിൻ്റെ പേര് ഹെക്സൈൻ എന്നാണ്. അപ്പോൾ വായിക്കുന്നത് 2,4-ഡൈമീഥൈൽ ഹെക്സൈൻ എന്നാണ് അല്ലേ. ഇനി അടുത്തത് നമുക്ക് IUPAC നാമം തന്നിട്ട് അതിൻ്റെ ഘടന വരയ്ക്കാനാണ്. IUPAC നാമം ഇതാണ്, 2,2,3-ട്രൈമീഥൈൽ പെൻറ്റെയിൻ. പെൻറ്റെയിൻ. അപ്പോൾ ഇവിടുത്തെ മുഖ്യ ചെയിൻ പെൻറ്റെയിനാണ്. പെൻറ്റെയിനാണ് ഇവിടുത്തെ ആൽക്കൈൻ. പെൻറ്റെയിനിൽ 5 കാർബൺ ആറ്റങ്ങളുണ്ട്. 1 2 3 4 5. ഇതാണ് നമ്മുടെ ഇവിടുത്തെ മുഖ്യ ചെയിൻ, 5 കാർബൺ ആറ്റങ്ങൾ. അതിൽ 2,2,3-ട്രൈമീഥൈൽ അല്ലേ, 3 മീഥൈൽ ഗ്രൂപ്പാണ്. അതുകൊണ്ടാണ് ട്രൈമീഥൈൽ എന്ന് കൊടുക്കുന്നത്. എവിടെയൊക്കെയാണ് മീഥൈൽ ഉള്ളത്? 2 രണ്ടാമത്തേൽ 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, 3ാമത്തേതിൽ 1 അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് വരിക. നമ്പർ കൊടുക്കുമ്പോൾ 1 2 3 4 5 2,2,3-ട്രൈമീഥൈൽ പെൻറ്റെയിൻ ഇങ്ങനെയാണ് വരുന്നത്. ഇനി അടുത്തത് IUPAC നാമം തന്നെയാണ്, 3,3-ഡൈ-ഈഥൈൽ ഹെക്സൈൻ ആണ്. ഡൈ-ഈഥൈൽ അതായത് 3ാമത്തെ കാർബണിൽ നിന്ന് 2 ഈഥൈൽ ഗ്രൂപ്പിൻ്റെ അല്ലേ, ഈഥൈൽ ഗ്രൂപ്പ് ശാഖകളാണ് ഉള്ളത്. അപ്പോൾ നോക്കുക, ഇവിടുത്തെ മുഖ്യ ചെയിൻ ഹെക്സൈൻ ആണ്. 6 കാർബൺ ആറ്റങ്ങൾ അല്ലേ, 1 2 3 4 5 6 6 കാർബൺ ആറ്റങ്ങളുള്ള ചെയിനാണ് മുഖ്യ ചെയിനിൽ 6 കാർബൺ ആറ്റങ്ങൾ. ഇനി 3ാമത്തെ കാർബണിൽ നിന്ന് 2 ശാഖകൾ. എന്താ ശാഖ? ഈഥൈലാണ് അല്ലേ, 2 കാർബൺ വരുന്ന ഈഥൈൽ ശാഖ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കാണിക്കുന്നത്. CH2 CH2 C, അവിടുന്ന് ഒരു 2 CH2 CH3 അല്ലേ, 2 ഈഥൈൽ ഗ്രൂപ്പുകൾ. ബാക്കി വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇതാണ് 3,3-ഡൈ-ഈഥൈൽ ഹെക്സൈൻ. ഇനി അടുത്ത IUPAC നാമം 3,3-ഡൈമീഥൈൽ പെൻറ്റെയിൻ എന്നാണ്. അത് നോക്കുക, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിലെ ഏറ്റവും വലിയ ചെയിൻ, മുഖ്യ ചെയിൻ നമ്മൾ ആദ്യം കണ്ടെത്തുക അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 1 2 3 4 കാർബൺ ആറ്റങ്ങളെ ചെയിനിലുള്ളൂ. ഇനി ഇങ്ങനെ താഴോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 2 3 4 5 കാർബൺ ആറ്റങ്ങൾ കിട്ടും അല്ലേ. അപ്പോൾ ഇതാണ് മുഖ്യ ചെയിൻ. ഇങ്ങനെ മുഖ്യ ചെയിൻ എടുത്തു കഴിഞ്ഞാൽ ഈ CH3 ഗ്രൂപ്പും ഈ CH3 എന്താകും? ശാഖയാകും. അതായത് 2 മീഥൈൽ ഗ്രൂപ്പ് ശാഖകളായിട്ട് വരും അല്ലേ. അപ്പോൾ 3ാമത്തേതിൽ 2 ശാഖകൾ, അതാണ് 3,3. അപ്പോൾ 3,3. ഇനി 2 എണ്ണം ഒരേപോലെ വന്നാൽ ഡൈ എന്ന വാക്ക് ഉപയോഗിച്ചാൽ മതി അല്ലേ, പദം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ 3,3-ഡൈമീഥൈൽ പെൻറ്റെയിൻ, 5 കാർബണാണ് മുഖ്യ ചെയിനിലുള്ളത്. 3,3-ഡൈമീഥൈൽ പെൻറ്റെയിൻ എന്നാണ് വരിക. ഇനി നെക്സ്റ്റ് അപൂരിത ഹൈഡ്രോ കാർബണുകളുടെ നാമകരണം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് പൂരിത ഹൈഡ്രോ കാർബണാണ് അല്ലേ. കാർബണാറ്റങ്ങൾക്കിടയിൽ ഏകബന്ധനമുള്ള സംയുക്തങ്ങളാണ് പൂരിത ഹൈഡ്രോ കാർബൺ.
എന്നാൽ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ 2 or 3 ബന്ധനങ്ങൾ വരുന്നതാണ് ഈ അപൂരിത ഹൈഡ്രോ കാർബണുകൾ അല്ലേ. അങ്ങനെ ആൽക്കീൻ, ആൽക്കൈൻ. ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ദ്വിബന്ധനമുള്ള അപൂരിത ഹൈഡ്രോ കാർബണാണ്. ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ ത്രിബന്ധനമുള്ള അപൂരിത ഹൈഡ്രോ കാർബണാണ്. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പേര് അല്ലേ. അപ്പോൾ ദ്വിബന്ധനം ത്രിബന്ധനം അനുസരിച്ച് അതിൻ്റെ പൊസിഷനൊക്കെ അനുസരിച്ച് എങ്ങനെയാണ് നാമകരണം ചെയ്യുന്നത് നോക്കൂ. ദ്വിബന്ധനമുള്ള ഹൈഡ്രോ കാർബണിൻ്റെ നാമകരണത്തിൽ ദ്വിബന്ധനം വഴി ചേർന്നിരിക്കുന്ന കാർബൺ ആറ്റങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യകൾ ലഭിക്കത്തക്ക വിധം നമ്പർ ചെയ്യണം. അതായത് ഒരു ചെയിനിൽ ദ്വിബന്ധനം ഉണ്ടെങ്കിൽ ആ ദ്വിബന്ധനം ഏത് ഭാഗത്തു നിന്ന് എണ്ണുമ്പോഴാണ് നമുക്ക് കുറഞ്ഞ സ്ഥാനസംഖ്യയായിട്ട് ലഭിക്കുന്നത് അല്ലേ. ദ്വിബന്ധനത്തിൻ്റെ സ്ഥാനസംഖ്യ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഏത് ഭാഗത്തുനിന്ന് എണ്ണുമ്പോഴാണ്, ഇടത്തുനിന്നായാലും വലത്തുനിന്നായാലും ചെറിയ സംഖ്യ ലഭിക്കുന്നത് ഏതാണ്, അതാണ് സ്വീകരിക്കേണ്ടത്. അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. CH2 ദ്വിബന്ധനം CH, CH2, CH3. ഇവിടെ നോക്കുക. ഇതിന് നമ്മൾ നമ്പർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇടത്തുനിന്നും വലത്തുനിന്നും നമ്പർ ചെയ്യുക അല്ലേ. ഇടത്തുനിന്ന് കൊടുക്കുമ്പോൾ 1, 2, 3, 4. അപ്പോൾ ഇവിടെ 1നും 2നും ഇടയിൽ ദ്വിബന്ധനം വന്നു. ഇനി വലതു ഭാഗത്തു നിന്ന് കൊടുക്കുമ്പോൾ 1, 2, 3, 4. അപ്പോൾ 3നും 4നും ഇടയിലാണ് ബന്ധനം വന്നത്. ഇതിൽ ചെറിയ സ്ഥാനമാണ് നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ ഇതാണ് ഇതിൽ ശരി അല്ലേ. 1നും 2നും ഇടയിൽ ബന്ധനം വന്നാൽ, ദ്വിബന്ധനം വന്നാൽ അതാണ് ശരി. ഇനി ഇവിടെ എങ്ങനെയൊക്കെയാണ് നമ്മൾ പേര് എഴുതേണ്ടത്, അതിനുള്ള പൊതുവാക്യമാണ്. ആദ്യം നമ്മൾ പദമൂലമാണ് എഴുതേണ്ടത് അല്ലേ. ഈ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം നോക്കിയിട്ട് പദമൂലം സ്വീകരിക്കുക. അതിനുശേഷം ഒരു വര ഹൈഫണ് കൊടുക്കുക. പിന്നെ ദ്വിബന്ധനത്തിൻ്റെ സ്ഥാനം കൊടുക്കുക. വീണ്ടും ഹൈഫന് കൊടുക്കുന്നു. പിന്നെ പിൻ പ്രത്യയം അല്ലേ. ആൽക്കീനാണെങ്കിൽ പിൻ പ്രത്യയം ഈൻ എന്നാണ് പിൻ പ്രത്യയം. അപ്പോൾ ഇതാണ് ദ്വിബന്ധനമുള്ള ആൽക്കീൻ്റെ IUPAC നാമം എഴുതാനുള്ള പൊതുവാക്യം അല്ലേ. അപ്പോൾ ഇനി നമുക്കൊന്ന് എഴുതി നോക്കാം. ഇവിടെ ചോദ്യങ്ങളുണ്ട്. ദ്വിബന്ധനം വഴി ചേർന്നിരിക്കുന്ന കാർബൺ ആറ്റങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ സ്ഥാനസംഖ്യ ലഭിച്ചത് ഏതിലാണ്? ശരിയായത് ടിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒന്നാമത്തേതിലാണ് അല്ലേ, 1ലാണ് വരുന്നത്. ഇനി എങ്കിൽ ഈ സമയത്തിൻ്റെ IUPAC നാമം എന്തായിരിക്കും? ഇവിടെ കാർബൺ ചെയിനിലെ ആറ്റങ്ങളുടെ എണ്ണം 4ആണ്. 4 വരുമ്പോൾ പദമൂലം ബ്യൂട്ടെന്നാണ്. പിന്നെ ദ്വിബന്ധനം നമ്മൾ കണ്ടു. അതിൻ്റെ സ്ഥാനസംഖ്യ 1നും 2നും ഇടയിലാവുമ്പോൾ 1 കൊടുക്കുക. പിന്നെ പിൻ പ്രത്യയം ഈൻ അല്ലേ, ആൽക്കീനാണ്. അപ്പോൾ ഈൻ എന്നാണ് പിൻ പ്രത്യയം. IUPAC നാമം ബ്യൂട്ട് 1 ഈൻ എന്നാണ് വരിക. ബ്യൂട്ട് 1 ഈൻ. ആദ്യം പദമൂലം ഹൈഫൺ, ദ്വിബന്ധനത്തിൻ്റെ സ്ഥാനം, വീണ്ടും ഹൈഫൺ, പിൻ പ്രത്യയം ഈൻ, ബ്യൂട്ട് 1 ഈൻ. ഇനി വേറൊന്ന്, C4H8 തന്മാത്രാ സൂത്രമുള്ള മറ്റൊരു ആൽക്കിനിൻ്റെ ഘടനാവാക്യം ചുവടെ നൽകിയിരിക്കുന്നു. ഇതിൻ്റെ IUPAC നാമം എഴുതുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ ഇത് 2 ഭാഗത്തു നിന്ന് എണ്ണുമ്പോഴും അല്ലേ ശരിയാണ്, നമ്പർ കൊടുക്കുമ്പോൾ ശരിയാണ്. ഇവിടെ നിന്ന് എണ്ണുമ്പോൾ 1, 2, 3, 4, 2ൻ്റെയും 3ൻ്റെ ഇടയിൽ വരും. ഇവിടുന്നും 2ൻ്റെയും 3ൻ്റെ ഇടയിൽ. അപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗം നമ്മൾ നമ്പർ ചെയ്യാൻ സ്വീകരിക്കുക. ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് കാണിച്ചാൽ മതി അല്ലേ. ഇവിടെ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം ആകെ 4. പദമൂലം ബ്യൂട്ടാണ്. ദ്വിബന്ധനം ഉൾപ്പെടുന്ന കാർബണിൻ്റെ ശരിയായ സ്ഥാനസംഖ്യ 2 വരുന്നത്. പിൻ പ്രത്യയം ഈൻ എന്നാണ്. IUPAC നാമം ആദ്യം പദമൂലം ബ്യൂട്ട് 2 ഈൻ അല്ലേ, 2ന് അപ്പുറം ഹൈഫണ് കൊടുക്കണം. ബ്യൂട്ട് 2 ഈൻ എന്നാണ് വരുന്നത്. ഇനി C4H8 തന്മാത്രാ സൂത്രമുള്ള 2 സംയുക്തങ്ങളുടെയും ഘടനാവാക്യങ്ങൾ പരിചയപ്പെട്ടുവല്ലോ. ഇവ ഘടനയിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? അപ്പോൾ ഇവിടെ നമ്മൾ ഈ 2 സംയുക്തങ്ങളുടെയും ഘടന വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? ദ്വിബന്ധനത്തിൽ വ്യത്യാസമാണ് അല്ലേ. കാർബൺ ചെയിനിലെ ദ്വിബന്ധനത്തിൻ്റെ സ്ഥാനത്തിൽ വ്യത്യാസമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഇനി വേറൊരു സംയുക്തം 5 കാർബൺ ആറ്റങ്ങളുള്ള ഒരു കാർബൺ ചെയിനാണ്. അതിൽ 2നും 3നും ഇടയിൽ
ദ്വിബന്ധനം വന്നിട്ടുണ്ട് അല്ലേ. ഇനി ഇത് നമ്പർ ചെയ്യുന്നത് ഈ സമയത്തിൻ്റെ IUPAC നാമം താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏതാണ് നോക്കൂ. ഒന്ന് പെൻഡ് 3 ഈൻ എന്ന് കൊടുത്തിട്ടുണ്ട്, മറ്റൊന്ന് പെൻഡ് 2 ഈൻ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇടത് ഭാഗത്തുനിന്ന് എണ്ണുമ്പോൾ 2-നും 3-നും ഇടയിൽ വരും, വലത് ഭാഗത്തുനിന്ന് എണ്ണുമ്പോൾ 3-നും 4-നും ഇടയിൽ. ഏതാണ് ശരി? ഏതാണ്? വലത് ഭാഗത്തുനിന്ന് നമ്പർ ചെയ്യുന്നതാണ് ശരി. അപ്പോൾ പെൻഡ് 2 ഈൻ എന്നാണ് വരുന്നത്. ഓക്കെ, ഇവിടെ ശരിയായത് പെൻഡ് 2 ഈൻ എന്നാണ്. അടുത്തത് ചുവടെ ഒരു സംയുക്തത്തിൻ്റെ ഘടനാവാക്യം നൽകിയിരിക്കുന്നു. CH ത്രിബന്ധനം C CH2 CH3. ഈ സംയുക്തത്തിൻ്റെ തന്മാത്രാ സൂത്രം എന്ത്? തന്മാത്രാ സൂത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ എത്ര കാർബൺ എത്ര ഹൈഡ്രജൻ ഒന്നിച്ചെഴുതുന്നതാണ്. അപ്പോൾ C4 1 2 3 4 C4 4 കാർബണും H 1 3 6 അല്ലേ, 6 ഹൈഡ്രജൻ. അപ്പോൾ C4H6 എന്നാണ് ഇതിൻ്റെ തന്മാത്രാ സൂത്രം. ഇനി ഈ സംയുക്തം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ഇവിടെ ത്രിബന്ധനാണ്. കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ഏതെങ്കിലും 2 കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ത്രിബന്ധനം വന്നാൽ അത് ആൽക്കൈനാണ്. ആൽക്കൈൻ അപൂരിത ഹൈഡ്രോ കാർബണിൽ വരും അല്ലേ. അപൂരിത ഹൈഡ്രോ കാർബണാണ്, ആൽക്കൈൻ ആണ്. ഇനി ആൽക്കീനുകളെ നാമകരണം ചെയ്തതുപോലെ ആൽക്കൈനുകളെയും നാമകരണം ചെയ്യാം. പദമൂലം ഹൈഫൺ, ത്രിബന്ധനത്തിൻ്റെ സ്ഥാനം ഹൈഫൺ, പിൻ പ്രത്യയം എന്ന് പറയുന്നത് ഐൻ എന്നാണ്. അപ്പോൾ ഇവിടെ ഒരു സംയുക്തമുണ്ട്, അതിൻ്റെ IUPAC നാമം. ഇവിടെ 4 കാർബണുള്ള ഒരു ഹൈഡ്രോ കാർബൺ ആൽക്കൈനാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ ശരിയായ നമ്പർ രീതി ഇടത്തുനിന്ന് വലത് ഭാഗത്തേക്ക് എണ്ണുന്നതാണ്. അപ്പോഴാണ് ഏറ്റവും കുറഞ്ഞ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ത്രിബന്ധനം വരുന്നത്. ഇനി ഈ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ ആകെ എണ്ണം 4. പദമൂലം ബ്യൂട്ട്, 4 കാർബൺ വരുമ്പോൾ പദമൂലം ബ്യൂട്ട്. ത്രിബന്ധനം ഉൾപ്പെടുന്ന കാർബണിൻ്റെ ശരിയായ സ്ഥാനസംഖ്യ, ത്രിബന്ധനം ഉൾപ്പെടുന്നത് 1-നും 2-നും ഇടയിലാണ്. അപ്പോൾ 1 ശരിയായ സ്ഥാനസംഖ്യ 1. പിൻ പ്രത്യയം ഐൻ എന്നാണ്. IUPAC നാമം ആദ്യം പദമൂലം എഴുതുക ബ്യൂട്ട് എന്നാണ്. അതുപോലെ ഹൈഫൺ കൊടുത്തു. പിന്നെ സ്ഥാനസംഖ്യകൾ 1-നും 2-നും ഇടയിൽ വരുമ്പോൾ 1 കൊടുക്കേണ്ടത്, ബ്യൂട്ട് 1, വീണ്ടും ഹൈഫൺ. ഇനി പിൻ പ്രത്യയം ത്രിബന്ധനായത് കാരണം ഐൻ എന്താ വായിക്കാൻ? ബ്യൂട്ട് 1 ഐൻ എന്നാണ് വായിക്കുന്നത്. ഇനി C4H6 തന്മാത്രാ സൂത്രമുള്ള മറ്റൊരു ആൽക്കൈൻ്റെ ഘടനാവാക്യം എഴുതുക. അത് നമുക്ക് ഇങ്ങനെ എഴുതാം, 2-നും 3-നും ഇടയിൽ ത്രിബന്ധനാക്കിയിട്ട് എഴുതാം അല്ലേ. അപ്പോൾ ഇതിൻ്റെ IUPAC തരും. IUPAC നാമം ബ്യൂട്ട്, ബ്യൂട്ട് എന്നാണ് പദമൂലം വരിക. 2-നും 3-നും ഇടയിലാവുമ്പോൾ ചെറിയ സ്ഥാനം കൊടുക്കുക, കാർബണിൻ്റെ 2 കൊടുക്കുക. പിൻപ്രത്യം ഐൻ, ബ്യൂട്ട് 2 ഐൻ എന്ന് കൊടുക്കുക അല്ലേ. ഓക്കെ, ഈ സമയത്തിന് IUPAC നാമം ബ്യൂട്ട് 2 ഐൻ എന്നാണ്. C4H6 തന്മാത്രാ സൂത്രമുള്ള 2 സംയുക്തങ്ങളുടെ ഘടനാവാക്യങ്ങൾ പരിചയപ്പെട്ടു. ഇവ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ ത്രിബന്ധനത്തിലെ സ്ഥാനമാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അല്ലേ. ത്രിബന്ധനത്തിലെ സ്ഥാനത്തിലെ വ്യത്യാസമാണ് എന്ന് മനസ്സിലായി. നെക്സ്റ്റ്, പട്ടിക പൂർത്തിയാക്കുക. സംയുക്തം IUPAC നാമം. ഇവിടെ ഒരു സംയുക്തമുണ്ട്, CH3 CH ദ്വിബന്ധനം CH2 ആൽക്കീനാണ്. 3 കാർബണാറ്റങ്ങളുണ്ട്. ബന്ധനത്തിൻ്റെ സ്ഥാനം, ദ്വിബന്ധനത്തിൻ്റെ സ്ഥാനം 1-നും 2-നും ഇടയിലാണ് വരുന്നത്. അപ്പോൾ ചെറിയ സ്ഥാനം 1 കൊടുക്കണം അല്ലേ. പിൻ പ്രത്യയം ഈൻ, പ്രൊപ്പ് 1 ഈൻ എന്നാണ് വരിക. നെക്സ്റ്റ്, IUPAC നാമം തന്നിട്ടുണ്ട്, ഘടനാവാക്യമാണ് എഴുതേണ്ടത്. ഹെക്സ് 2 ഈനാണ്, ഹെക്സ് 2 ഈന്. അപ്പോൾ ചെയിനിൽ 6 കാർബണാറ്റങ്ങൾ ഉണ്ടാകും. 2-ൻ്റെയും 3-ൻ്റെയും ഇടയിൽ, രണ്ടാമത്തെ കാർബണിലും 3-ാമത്തെ കാർബണിനും ഇടയിൽ എന്തുണ്ട്? ദ്വിബന്ധനം ഉണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് വരിക, CH3 CH ദ്വിബന്ധനം CH CH2 CH2 CH3. ഇനി സംയുക്തമുണ്ട്, അതിൻ്റെ IUPAC നാമം എഴുതണം.
1 2 3 4 5 കാർബൺ ആറ്റങ്ങളാണ് ചെയിനിലുള്ളത്. അപ്പോൾ പെൻറ്റ് 2 അയൻ എന്നൊരു ത്രിബന്ധനമാണ്, അതുകൊണ്ട് 2 അയൻ. വേറൊന്ന് IUPAC നാമമാണ് ഹെപ്റ്റ് 3 അയനാണ്. ഹെപ്റ്റ് 7 കാർബൺ ആറ്റങ്ങൾ ഉണ്ടാകും, 3നും 4നും ഇടയിൽ ബന്ധനം വരണം അല്ലേ. 1 2 3 4 5 6 7. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഘടനാവാക്യം വരുന്നത്. ഓക്കെ, ഇനി ഫങ്ഷണൽ ഗ്രൂപ്പുകൾ. അപ്പോൾ ഇവിടെ ഇതുവരെ ചർച്ച ചെയ്ത ഓർഗാനിക് സംയുക്തങ്ങളിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബണും ഹൈഡ്രജനുമാണ്. ഘടകമൂലകങ്ങൾ കാർബണും ഹൈഡ്രജനുമാണ്. കാർബൺ ആറ്റങ്ങൾക്കൊപ്പം ഹൈഡ്രജൻ കൂടാതെ മറ്റ് ആറ്റങ്ങളും ആറ്റങ്ങളുടെ ഗ്രൂപ്പുകളും അടങ്ങിയ സംയുക്തങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഈ കാർബണിൻ്റെ കൂടെ ഹൈഡ്രജൻ അല്ലാതെ തന്നെ മറ്റ് ആറ്റങ്ങളോ അതുപോലെ തന്നെ മറ്റ് ആറ്റം ഗ്രൂപ്പുകളോ വരാം. അങ്ങനെയുള്ള സംയുക്തങ്ങളും ഉണ്ട്. ഇവിടെ 3 സംയുക്തങ്ങളുണ്ട്. മീഥെയിൻ, അതുപോലെ ഇവിടെ ഹൈഡ്രജൻ, കാർബണിൻ്റെ കൂടെ എല്ലാം ഹൈഡ്രജനാണ് അല്ലേ. ഇവിടെ 3 ഹൈഡ്രജനും ഒരു OH ഗ്രൂപ്പും ആണ് വന്നിട്ടുള്ളത്. ഇനി മറ്റൊന്ന് Cl, ഒരു ഹൈഡ്രജന് പകരം ഒരു ക്ലോറിനും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മെത്തനോൾ എന്നാണ് വായിക്കുക, ഇത് ക്ലോറോമീഥെയിൻ എന്നുമാണ് വായിക്കുക. അപ്പോൾ നോക്കൂ, മീഥെയിനിലെ ഒരു ഹൈഡ്രജന് പകരം OH ഗ്രൂപ്പ് വരുന്ന സംയുക്തമാണ് മെത്തനോൾ അല്ലേ. ഒരു ഹൈഡ്രജന് പകരം എന്ത് വന്നു? OH വന്നാൽ അത് ആൽക്കഹോളാണ്, അതിനെ വിളിക്കുന്നത് മെത്തനോൾ എന്നാണ്. അതുപോലെ ഇവിടെ ഒരു ഹൈഡ്രജന് പകരം ക്ലോറിൻ വന്നു അല്ലേ. ഇതിനെയാണ് നമ്മൾ ക്ലോറോമീഥെയിൻ എന്ന് വിളിക്കുക. മീഥെയിൻ്റെ രാസഭൗതിക സ്വഭാവത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് മെത്തനോളിൻ്റെയും ക്ലോറോമീഥെയിൻ്റെയും രാസഭൗതിക സ്വഭാവങ്ങൾ. അപ്പോൾ ഇതിന് ഒരു രാസഭൗതിക സ്വഭാവമുണ്ട്, എന്നാൽ ഈ OH വന്നാൽ അതിൻ്റെ സ്വഭാവം മാറി, അതുപോലെ തന്നെ Cl ക്ലോറിൻ വന്നാൽ ഇതിൻ്റെ സ്വഭാവം മാറി. അപ്പോൾ 2 വ്യത്യസ്ത സ്വഭാവമുള്ള സംയുക്തങ്ങളാണ് ഇവ എന്ന് മനസ്സിലാക്കാം. ഇനി എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ്? ഒരു ഓർഗാനിക് സംയുക്തത്തിൽ കാർബണിനോട് ബന്ധിപ്പിക്കപ്പെട്ട ആറ്റം അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പാണ് ആ സംയുക്തത്തിൻ്റെ സവിശേഷമായ രാസഭൗതിക ഗുണങ്ങൾ നിർണ്ണയിക്കുന്നത്. ഈ ആറ്റം അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പിനെയാണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുക. അതായത് ഒരു ഹൈഡ്രോ കാർബണിൽ ഹൈഡ്രജൻ ആറ്റത്തിന് പകരം വരുന്ന ആറ്റം ഗ്രൂപ്പോ ആറ്റമോ ആണ് ആ ഹൈഡ്രോ കാർബണിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത് അല്ലേ. അങ്ങനെ ആ ഫങ്ഷണൽ ഗ്രൂപ്പ്, ആ ആറ്റത്തെയോ അല്ലെങ്കിൽ ആറ്റം ഗ്രൂപ്പിനെയോ ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുക. അപ്പോൾ ഇത് ഈ OH ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്, അതുപോലെ തന്നെ Clഉം ഒരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്. മനസ്സിലായല്ലോ. അപ്പോൾ ഒരു ഹൈഡ്രോ കാർബണിൽ നിന്ന് ഹൈഡ്രജൻ ആറ്റത്തിന് പകരം വരുന്ന ആറ്റമോ ആറ്റം ഗ്രൂപ്പോ ആണ് ആ സംയുക്തത്തിൻ്റെ സ്വഭാവം നിർണ്ണയിക്കുന്നത്. അങ്ങനെ വരുന്ന ആറ്റത്തെയോ ആറ്റം ഗ്രൂപ്പുകളെയോ ആണ് എന്ത് വിളിക്കുന്നത്? ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുക. ഇനി ഏതാനും ചില ഫങ്ഷണൽ ഗ്രൂപ്പുകൾ. ഒന്നാമത്തതാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, OH അല്ലേ. അതിൻ്റെ പ്രതീകമാണ് OH എന്ന് പറയുന്നത്, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അഥവാ OH ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ മീഥേനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റത്തെ നീക്കം ചെയ്ത് OH ഗ്രൂപ്പ് വരുന്നതിൻ്റെ ഫലമായിട്ടാണ് മെത്തനോൾ ഘടന ഉണ്ടാകുന്നത്. നമ്മൾ നേരെ പരിചയപ്പെട്ടു അല്ലേ, മെത്തനോൾ ഉണ്ടായിട്ടുള്ളത്. ഒരു ഹൈഡ്രജൻ പോയിട്ട് പകരം അവിടെ എന്ത് വന്നു? OH വന്നു അല്ലേ. അപ്പോൾ ഇവിടെ കാർബൺ ചെയിനിലുള്ള OH ഗ്രൂപ്പാണ് മെത്തനോളിൻ്റെ പ്രധാന സ്വഭാവങ്ങൾക്ക് കാരണം. അപ്പോൾ OH അവിടെ വന്നു കഴിഞ്ഞാൽ ഈ OHനൊരു സ്വഭാവമുണ്ട്, ആ സ്വഭാവമായിരിക്കും പിന്നീട് ഹൈഡ്രോ കാർബൺ ഉണ്ടാവുക അല്ലേ. ആലിഫാറ്റിക് ഹൈഡ്രോ കാർബണുകളിൽ OH ഫങ്ഷണൽ ഗ്രൂപ്പായി വരുന്ന സംയുക്തങ്ങളെയാണ് ആൽക്കഹോൾ എന്ന് വിളിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, OH എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് എന്ത് സംയുക്തമാണ്? ആൽക്കഹോളുകളാണ്. അവയെ വിളിക്കുന്ന പേരെന്താണ്? ആൽക്കഹോൾ. ഇനി IUPAC രീതി അനുസരിച്ച് ആൽക്കഹോളുകളെ എങ്ങനെയാണ് നാമകരണം ചെയ്യുന്നത്? എങ്ങനെയാണ് ആൽക്കഹോൾ OH വന്നു കഴിഞ്ഞാൽ ആ സംയുക്തത്തിൻ്റെ IUPAC നാമം എഴുതുന്നത് എങ്ങനെയാണ് നോക്കുക. അപ്പോൾ OH വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അനുസരിച്ച് ആൽക്കെയിനൊരു പേരുണ്ടാകും അല്ലേ. എത്ര കാർബൺ ആറ്റങ്ങളുണ്ട് നമ്മൾ പദമൂലം കൊടുത്ത് ആൽക്കെയിൻ, മീഥെയിൻ, ഈഥെയിൻ, പ്രൊപ്പെയിൻ എന്നതുപോലെ ആൽക്കെയിൻ ഒരു പേരുണ്ട്. ഇനി ആ ആൽക്കെയിനിൻ്റെ അവസാന ഭാഗമായി ഈ നമ്മൾ ഒഴിവാക്കിയിട്ട് അവിടെ ഓൾ എന്ന് വരും. അപ്പോൾ ആൽക്കെയിൻ പ്ലസ് ഓൾ അല്ലേ. അപ്പോൾ എന്താ, ഇവിടുത്തെ ഈ പോയിട്ട് ആൽക്കനോൾ എന്ന് വരും. എക്സാമ്പിളാണ് ഒരു മീഥെയിൻ.
മീഥെയിനിൽ OH ചേരുമ്പോൾ എച്ചിന് പകരം അവിടെ OH വന്നു കഴിഞ്ഞാൽ ഈ മീഥെയിനിലെ ഈ പോയിട്ട് അവിടെ ഓൾ എന്താകും? മീഥെയിൻ മെഥനോൾ. അതുപോലെ ഈഥെയിൻ എഥനോൾ, പ്രൊപ്പെയിൻ പ്രൊപ്പനോൾ, ബ്യൂട്ടനോൾ പെൻറ്റനോൾ, അങ്ങനെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. CH3OH അതിൻ്റെ IUPAC നാമമാണ് മെഥനോൾ. അതുപോലെ മറ്റൊന്ന് CH3CH2OH ഇത് ഈഥെയിനാണ്, ആൽക്കെയിൻ ഈഥെയിനാണ്. അവിടെ ഓൾ വന്നു കഴിഞ്ഞാൽ എന്തായി? എഥനോൾ എന്നായി. ഓക്കെ, ഇനി ചുവടെ നൽകിയിരിക്കുന്ന രണ്ട് ഘടനകൾ വിശകലനം ചെയ്യുക. ഇവിടെ നോക്കൂ, CH3CH2CH2OH. ഇവിടുത്തെ പ്രത്യേകത ഈ OHൻ്റെ സ്ഥാനം ഇവിടെ ആദ്യ കാർബണിലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ OH ഫങ്ഷൻ ഗ്രൂപ്പ് ഒരു ഹൈഡ്രോ കാർബണിൻ്റെ കൂടെ വന്നാൽ ഇതിനും നമുക്ക് നമ്പർ ചെയ്യാം. നമ്പർ ചെയ്യേണ്ടത് OH ഗ്രൂപ്പ് ഏത് ഭാഗത്തു നിന്ന് എണ്ണുമ്പോഴാണ് പെട്ടെന്ന് ലഭിക്കുന്നത്. OHൻ്റെ സ്ഥാനസംഖ്യ കുറഞ്ഞു കിട്ടണം, അതാണ് ശരിയായ മാർഗം. അപ്പോൾ ഇവിടെ ഇതാണ് ഒന്നാമത്തെ കാർബൺ, ഇത് 2ആണ്, ഇത് 3ആണ് അല്ലേ? വലത്തുനിന്ന് ഇടത്തോടെ നമ്പർ ചെയ്യാം. ഇനി രണ്ടാമത്തത് CH3CHOH ഇവിടുത്തെ പ്രത്യേകത എന്താ? ഈ രണ്ടാമത്തെ കാർബണിലാണ് OH ഉള്ളത് അല്ലേ? അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാർബണിൽ OH ഫങ്ഷൻ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ രണ്ടാമത്തേലാണ് ഫങ്ഷൻ ഗ്രൂപ്പ്. രണ്ട് സംയുക്തങ്ങളുടെയും ഫങ്ഷൻ ഗ്രൂപ്പ് ഏതാണ്? രണ്ടിലും OH എന്ന് പറയുന്ന ഫങ്ഷൻ ഗ്രൂപ്പാണുള്ളത്. ഇനി രണ്ട് സംയുക്തങ്ങളുടെയും തന്മാത്രാ സൂത്രം എന്ത്? നോക്കൂ, 1 2 3 കാർബൺ C3, ഇവിടെയും 3 കാർബൺ അല്ലേ? C3. HO 3 5 7 8, ഇവിടെയും 3 4 7 1 8. അപ്പോൾ C3H8 ഒരു ഓക്സിജൻ. അപ്പോൾ C3H8O എന്നാണ് രണ്ട് സംയുക്തങ്ങളുടെയും തന്മാത്രാ സൂത്രം. ഇവ തമ്മിൽ ഘടനയിൽ വ്യത്യാസം വന്നത് എങ്ങനെയാണ്? ഈ OH ഗ്രൂപ്പിൻ്റെ സ്ഥാനത്തിലെ വ്യത്യാസം. ഒന്നാമത്തേതിൽ OH ഗ്രൂപ്പ് ഒന്നാമത്തെ കാർബണിലാണ്, രണ്ടാമത്തേതിൽ രണ്ടാമത്തെ കാർബണിൽ അല്ലേ? അപ്പോൾ ഫങ്ഷൻ ഗ്രൂപ്പിൻ്റെ സ്ഥാനത്തിലാണ് വ്യത്യാസം വന്നത്. അങ്ങനെയാണ് ഇവയുടെ ഘടനയിൽ മാറ്റം വന്നത്. ഇനി രണ്ടിൽ കൂടുതൽ കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ OH ഗ്രൂപ്പിൻ്റെ സ്ഥാനം കൂടി വ്യക്തമാക്കണം കേട്ടോ. അപ്പോൾ രണ്ടിൽ കൂടുതൽ കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ OH ഗ്രൂപ്പിൻ്റെ സ്ഥാനം അതിൽ പറഞ്ഞിരിക്കണം IUPAC നാമത്തിൽ. അപ്പോൾ ഇവിടെ IUPAC നിയമപ്രകാരം ഇത്തരം സംയുക്തങ്ങൾ നാമകരണം ചെയ്യുമ്പോൾ OH ഗ്രൂപ്പുള്ള കാർബൺ ഉൾപ്പെടുന്ന ചെയിനിൻ്റെ പ്രധാന ചെയിനായി പരിഗണിക്കണം. അതായത് ഇതാ 1 2 3 അല്ലേ? നമ്മൾ നമ്പർ കൊടുക്കുക. അപ്പോൾ OH എന്ന് പറയുന്നത് രണ്ടാമത്തെ കാർബണിലാണ്. ഫങ്ഷൻ ഗ്രൂപ്പ് ബന്ധിച്ചിരിക്കുന്ന കാർബണിന് ചെറിയ സ്ഥാനസംഖ്യ ലഭിക്കത്തക്ക വിധം കാർബൺ ആറ്റങ്ങൾക്ക് നമ്പർ നൽകണം. അതായത് ഇടത്തുനിന്നും വലത്തുനിന്നും നമുക്ക് നമ്പർ ചെയ്യാം. ഏത് ഭാഗത്തു നിന്ന് എണ്ണുമ്പോഴാണ് OH പെട്ടെന്ന് സ്ഥാനസംഖ്യയായി ലഭിക്കുന്നത് അത് കൊടുക്കുക, ചെറിയ സ്ഥാനം കൊടുക്കുക. പ്രധാന ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം അനുസരിച്ചുള്ള ആൽക്കൈനിൻ്റെ പേരിലെ ഈ മാറ്റി OH ഗ്രൂപ്പിൻ്റെ സ്ഥാനസംഖ്യ നൽകിയ ശേഷം ഓൾ എന്ന പ്രത്യേകം ചെയ്യണം അല്ലേ? അപ്പോൾ എങ്ങനെയൊക്കെയാണ്? ആൽക്കെയിൻ ഹൈഫൺ OH ഗ്രൂപ്പിൻ്റെ സ്ഥാനസംഖ്യ പ്ലസ് ഹൈഫൺ പ്ലസ് ഓൾ. ഒരു എക്സാമ്പിൾ ഉണ്ട്. സംയുക്തം 1ൻ്റെ IUPAC നാം എഴുതുന്നത് നോക്കൂ. ഇവിടെ 2 നമ്പർ ചെയ്തു നമ്മൾ പറഞ്ഞു നേരത്തെ അല്ലേ? അപ്പോൾ ഈ വലത് ഭാഗത്തുനിന്ന് 1 2 3 ഇതാണ് ശരിയായ രീതി, ഇത് ശരിയല്ല എന്ന് മനസ്സിലാക്കുക അല്ലേ? അപ്പോൾ ഇവിടെ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 3 1 2 3 കാർബൺ ആറ്റങ്ങളാണ് ചെയിനിലുള്ളത്. 3 കാർബൺ ആറ്റങ്ങളുള്ള ആൽക്കൈൻ്റെ പേര് നമുക്ക് നേരത്തെ അറിയാം, പ്രൊപ്പെയിൻ എന്നാണ്. പ്രൊപ്പെയിൻ. ഇനി OH ഗ്രൂപ്പ് ഉൾപ്പെടുന്ന കാർബണിൻ്റെ ശരിയായ സ്ഥാനസംഖ്യ 1 ആണ്. 1ലാണ് OH വരുന്നത്. IUPAC നാമം പ്രൊപ്പെയിനിലെ ഈ നമ്മൾ ഒഴിവാക്കുക. അപ്പോൾ പ്രൊപ്പൻ എന്നാണ് വരിക. പ്രൊപ്പൻ 1 ഓൾ അല്ലേ? ആൽക്കൈൻ പദമൂലം നോക്കി ആൽക്കൈൻ്റെ പേര് എഴുതാം. പ്രൊപ്പൻ 1 ഓൾ. 1ൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഹൈഫണ് കൊടുക്കാൻ മറക്കരുത്. പ്രൊപ്പൻ 1 ഓൾ. ഇനി വേറെ സംയുക്തം രണ്ടാമത്തത് അല്ലേ? CH3CHOH CH3. ഇവിടെ നമ്മൾ നമ്പർ ചെയ്തു, രണ്ട് ഭാഗത്തുനിന്ന് നമ്പർ ചെയ്യുക. 2 എണ്ണുമ്പോഴും 2ലാണ് OH വരിക. 1 2 3. ഇവിടെ ചെയിനിൽ 3 കാർബൺ ആറ്റം ആൽക്കൈൻ പ്രൊപ്പനാണ്. ഈ OH വരുന്നത് രണ്ടാമത്തെ കാർബണിൽ, അതുകൊണ്ട് സ്ഥാനസംഖ്യ 2. പ്രൊപ്പൻ 2 ഓൾ എന്ന് വരും. പ്രൊപ്പൻ 2 ഓൾ. ഇനി വേറൊന്ന്
4 കാർബൺ ആറ്റങ്ങൾ ചെയിനിൽ ആൽക്കൈൻ്റെ പേര് ബ്യൂട്ടൈനാണ്. ഈ ഒഴിവാക്കി നമ്മൾ ബ്യൂട്ടൻ എന്നാക്കി. രണ്ടാമത്തെ കാർബണിലാണ് OH ഉള്ളത് കൊണ്ട് ബ്യൂട്ടൻ 2 ഓൾ എന്ന് വരും. ഓക്കെ. അതുപോലെ മറ്റൊന്ന് CH3 CH CH2 CH2 CH3 5 കാർബൺ ആറ്റങ്ങൾ ചെയിനിലുണ്ട്. രണ്ടാമത്തെ കാർബണിൽ OH ഉണ്ട് അല്ലേ. ഇത് ശരിയായത് ഏതാണ് വരിക? പെൻഡൻ അല്ലേ. പെൻഡനാണ് 5 കാർബണിൽ ആൽക്കൈൻ. അപ്പോൾ ഈ ഒഴിവാക്കുമ്പോൾ പെൻഡൻ എന്ന് വരും. പെൻഡൻ 2 ഓൾ ഇതാണ് ശരി അല്ലേ. രണ്ടാമത്തതാണ് ശരിയായ രീതി. ഇനി മറ്റൊരു ഫങ്ഷൻ ഗ്രൂപ്പ് കാർബോക്സിൽ ഗ്രൂപ്പ്. കാർബോക്സിൽ ഗ്രൂപ്പ് COOH നമുക്കിങ്ങനെയും കാണിക്കാം അല്ലേ. അതിൻ്റെ ബാലൻസ് അല്ലെങ്കിൽ സംയോജിത പൂർത്തിയാക്കി കാണിച്ചിട്ടുള്ളതാണിത്. COH ദിബന്ധനം O ഹൈഫണം. ഇനി അപ്പോൾ COOH ഫങ്ഷൻ ഗ്രൂപ്പ് ഉള്ള സംയുക്തങ്ങൾ കാർബോക്സിലിക് ആസിഡുകൾ എന്നറിയപ്പെടും. കാർബോക്സിലിക് ഗ്രൂപ്പിൻ്റെ മറ്റു പേരാണ് കാർബോക്സിലിക് ആസിഡ്. IUPAC നാമം നൽകുന്നതിന് കാർബോക്സിൽ ഗ്രൂപ്പിൽ ഉൾപ്പെടെയുള്ള മുഖ്യ ചെയിനിലെ മുഴുവൻ കാർബണാറ്റങ്ങളുടെ എണ്ണം പരിഗണിക്കണം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ആസിഡ് ഗ്രൂപ്പിന് കാർബോക്സിൽ ഗ്രൂപ്പിന് നമ്മൾ പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കാർബോക്സിൽ ഗ്രൂപ്പിലും C ഉണ്ട്, കാർബൺ ഉണ്ട്. ഈ കാർബണും നമ്മൾ നമ്പർ ചെയ്യണം. എത്ര ചെയിനിലെ കാർബൺ നോക്കുമ്പോൾ ഈ കാർബണിൻ്റെ എണ്ണവും കൊടുക്കണം അല്ലേ. എന്നിട്ട് പദമൂലം കൊടുക്കുക. ആൽക്കൈൻ്റെ പേരിൽ ഈ മാറ്റിയിട്ട് അവിടെ ഓയിക് ആസിഡ് എന്ന് കൂട്ടിച്ചേർക്കുക. അപ്പോൾ ആൽക്കൈൻ പ്ലസ് ഓയിക് ആസിഡ് കൂട്ടി വായിക്കുമ്പോൾ ആൽക്കനോയിക് ആസിഡ്. ഇതാണ് പൊതുവാക്യം. ആൽക്കൈൻ പ്ലസ് ഓയിക് ആസിഡ് ആൽക്കനോയിക് ആസിഡ്. ഒരു എക്സാമ്പിൾ, ഇപ്പം മീഥൈൻ തന്നിരിക്കുന്ന ചെയിനിൽ ഒരു കാർബൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആൽക്കൈൻ്റെ പേര് മീഥൈൻ എന്നാണ്. അവിടുത്തെ ഈ ഒഴിവാക്കി പ്ലസ് ഓയിക് ആസിഡ് എന്ന് കൊടുക്കുമ്പോൾ മെഥനോയിക് ആസിഡ് എന്ന് വരും അല്ലേ. മെഥനോയിക് ആസിഡ്. ഇനി മറ്റൊരു സംയുക്തം CH3 COOH. ഇവിടെ ഈ ചെയിനിലെ കാർബണാറ്റങ്ങളുടെ എണ്ണം എത്ര കാർബൺ ഉണ്ട്? 1 2 കാർബണാറ്റങ്ങളാണ് ഇവിടെ ഉള്ളത് അല്ലേ. IUPAC നാമം എന്താ വരിക? അപ്പോൾ ഈഥൈൻ പ്ലസ് ഓയിക് ആസിഡ് ആണ് വരിക. അപ്പോൾ എഥനോയിക് ആസിഡ് ഈ ഒഴിവാക്കുമ്പോൾ എഥനോയിക് ആസിഡ് എന്ന് വരും അല്ലേ. ഈഥൈൻ പ്ലസ് ഓയിക് ആസിഡ് എഥനോയിക് ആസിഡ്. ഇനിയൊരു ബോക്സ് ഉണ്ട്, സംയുക്തം IUPAC നാമം HCOOH. ഒരു കാർബണാണുള്ളത്. ഒരു കാർബൺ ഉണ്ടാകുമ്പോൾ മെഥനോയിക് ആസിഡ്. മീഥൈൻ പ്ലസ് ഓയിക് ആസിഡ് മെഥനോയിക് ആസിഡ്. ഇനി അടുത്തത് 2 കാർബൺ. ഇവിടെ ഒരു കാർബൺ, ഇവിടെ ഒരു കാർബൺ. അപ്പോൾ ഈഥൈനാണ് ഇവിടുത്തെ ആൽക്കൈൻ്റെ പേര്. അതിന് നമ്മൾ ഓയിക് ആസിഡ് എന്ന് കൂട്ടിച്ചേർക്കുമ്പോൾ എഥനോയിക് ആസിഡ്. ഇനി മറ്റൊന്ന് പ്രൊപ്പനോയിക് ആസിഡ്. പ്രൊപ്പനോയിക് ആസിഡ് 3 കാർബൺ ആറ്റങ്ങൾ വരും. അപ്പോൾ CH3 CH2 COOH അല്ലേ. ഇനി ബ്യൂട്ടനോയിക് ആസിഡ് വരുമ്പോൾ 4 കാർബൺ ആറ്റങ്ങൾ ചെയിനിലുണ്ടാകും. അപ്പോൾ CH3 CH2 COOH. ഇതിൻ്റെ IUPAC നാമം ബ്യൂട്ടനോയിക് ആസിഡ്. ഇനി മൂന്നാമത്തെ ഫങ്ഷൻ ഗ്രൂപ്പാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ CHO ഗ്രൂപ്പ്. ഈ CHO ഫങ്ഷൻ ഗ്രൂപ്പുള്ള സംയുക്തങ്ങളാണ് ആൽഡിഹൈഡുകൾ. CHO ഫങ്ഷൻ ഗ്രൂപ്പുള്ള സംയുക്തങ്ങളാണ് പൊതുവെ ആൽഡിഹൈഡുകൾ എന്ന് പറയാം. ഇവയ്ക്ക് IUPAC നാമം നൽകുന്നതിന് ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പിൻ്റേത് ഉൾപ്പെടെ മുഖ്യ ചെയിൻ, നമ്മൾ ആസിഡിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഈ CHO ഗ്രൂപ്പ്, അതായത് ആൽഡിഹൈഡ് ഗ്രൂപ്പിലുള്ള കാർബണിൻ്റെ എണ്ണം നമ്മൾ പരിഗണിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ പരിഗണിച്ച് ആൽക്കൈൻ്റെ പേരിൽ അല്ലേ എന്താ പറയുക, ഈ മാറ്റിയിട്ട് അവസാനം ആൽ എന്ന് ചേർക്കണം. അപ്പോൾ ആൽക്കൈൻ പ്ലസ് ആൽക്കനാൾ എന്ന് വരിക. എക്സാമ്പിളാണ് മീഥൈൻ എന്ന ആൽക്കൈൻ്റെ കൂടെ ആൽ എന്ന് ചേർക്കുമ്പോൾ മെഥനാൾ എന്ന് വരും അല്ലേ. ഇവിടുത്തെ ഈ ഒഴിവാക്കുന്നു, എൽ കൊടുക്കുന്നു. മെഥനാൾ, ബ്യൂട്ടനാൾ അല്ലേ, പ്രൊപ്പനാൾ, അങ്ങനെ വരും. എക്സാമ്പിൾ CH3 COH അല്ലേ, അല്ലെങ്കിൽ CHO എന്ന് വരും. അപ്പോൾ ഇവിടുത്തെ ചെയിനിലെ കാർബണാറ്റങ്ങളുടെ എണ്ണം 1 2 കാർബണാറ്റങ്ങൾ. 2 കാർബണാറ്റങ്ങൾ ആൽക്കൈൻ്റെ പേര് ഈഥൈൻ എന്നാണ് അല്ലേ. ഈഥൈൻ എന്ന് എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുക, ഈ ഒഴിവാക്കിയിട്ട് ആൾ ചേർക്കുക. അപ്പോൾ എഥനാൾ. പിന്നെ ഒരു കാര്യം, പേര് നമുക്ക് ഇംഗ്ലീഷിലും എഴുതാം മലയാളത്തിലും എഴുതാം, ഒരു പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ എഥനാൾ എന്നാണ് വരുന്നത്. ഇനി പൂരിപ്പിക്കാനുണ്ട് സംയുക്ത IUPAC നാമം. ഇവിടെ നമുക്ക് IUPAC നാമമാണ് ബ്യൂട്ടനാൾ എന്ന് വന്നിട്ടുള്ളത്. അതിൻ്റെ സംയുക്തം എങ്ങനെ വരിക? 4 കാർബൺ ആറ്റങ്ങൾ ഉണ്ടാകും അല്ലേ, ഫങ്ഷൻ ഗ്രൂപ്പിലേത് ഉൾപ്പെടെ. അപ്പോൾ CH3
CH2 CH2 CHO. പിന്നെ അടുത്തത് CH3 CH2 CHO. 3 കാർബൺ ആറ്റങ്ങളാണുള്ളത്. പ്രൊപ്പനാൽ. 3 കാർബൺ ആറ്റം ആകുമ്പോൾ പ്രൊപ്പനാൽ അല്ലേ, പ്രൊപ്പൈനാണ് ആളെ ചേർക്കുമ്പോൾ പ്രൊപ്പനാൽ. ഇനി IUPAC നാമം നമുക്ക് തന്നു. പെൻറ്റനാൽ എന്നാണ് IUPAC നാമം. പെൻറ്റനാൽ. അപ്പോൾ എത്ര കാർബൺ ഉണ്ടാവും? ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റേത് ഉൾപ്പെടെ 5 കാർബൺ ആറ്റങ്ങൾ. അപ്പോൾ CH3 CH2 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 CHO. ഇനി നാലാമത്തെ ഫംഗ്ഷൻ ഗ്രൂപ്പ് കീറ്റോ ഗ്രൂപ്പാണ്, അതായത് CO ഗ്രൂപ്പ് അല്ലേ. അതിൻ്റെ വാലൻസിയൊക്കെ പൂർത്തിയാക്കി എഴുതുമ്പോൾ C ദിബന്ധനം O എന്ന് വരും അല്ലേ. സിയുടെ അപ്പുറത്തും പുറത്തും ഐഫണ്. കാർബണിൻ്റെ വാലൻസ് എപ്പോഴും 4 ആണല്ലോ. അപ്പോൾ 1 2 3 4 വാലൻസ് ഇല്ലേ. അപ്പോൾ CO ഫംഗ്ഷൻ ഗ്രൂപ്പായി വരുന്ന സംയുക്തങ്ങളെയാണ് കീറ്റോണുകൾ എന്ന് വിളിക്കുക. അപ്പോൾ ഇവയുടെ IUPAC നാമം എഴുതുമ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആസിഡ്, കാർബോക്സിലിക് ആസിഡും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ആൽഡിഹൈഡിലാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ ഇവിടുത്തെ കാർബണിൻ്റെ എണ്ണവും നമ്മൾ ഗ്രൂപ്പിൽ ചെയിനിൽ പരിഗണിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ ആൽക്കൈൻ്റെ പേരിൻ്റെ കൂടെ ആൽക്കൈനിൽ നിന്ന് E ഒഴിവാക്കിയിട്ട് ONE ഓൺ എന്ന് ചേർക്കുമ്പോൾ ആൽക്കനോൺ അല്ലേ എന്നാണ് വരിക. അപ്പോൾ നോക്കൂ, എക്സാമ്പിൾ CH3 CO CH3 ഇങ്ങനെ നമുക്ക് എഴുതാം. CH3 CO CH3. അപ്പോൾ ഇവിടുത്തെ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയൊക്കെയുണ്ട്? 3 അല്ലേ. 1 2 3 കാർബൺ ആറ്റങ്ങളാണുള്ളത്. 3 കാർബൺ ആറ്റങ്ങളുള്ള ആൽക്കൈൻ്റെ പേര് പ്രൊപ്പൈൻ എന്നാണ്. IUPAC നാമം പ്രൊപ്പനോൺ. പ്രൊപ്പൈൻ്റെ കൂടെ ഓൺ എന്ന് ചേർക്കുമ്പോൾ പ്രൊപ്പനോൺ എന്നാണ് വരിക. പ്രൊപ്പൈൻ പ്ലസ് ഓൺ, പ്രൊപ്പനോൺ. ഈ സംയുക്തമാണ് അസറ്റോൺ. ഇതിൻ്റെ വേറൊരു പേരാണ് അസറ്റോൺ അല്ലേ. അസറ്റോൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 3ൽ കൂടുതൽ കാർബൺ ആറ്റങ്ങളുള്ള കീറ്റോണുകളെ നാമകരണം ചെയ്യുമ്പോൾ ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ സ്ഥാനം പരിഗണിക്കണം, നമ്പർ കൊടുക്കണം. ഇവിടെ നോക്കുക. അപ്പോൾ 3ലധികം കാർബൺ ആറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ട് എഴുതണം. ഇവിടെ 5 കാർബൺ ആറ്റങ്ങളുള്ള ഒരു കീറ്റോൺ ഗ്രൂപ്പാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ നമ്പർ കൊടുക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഫംഗ്ഷൻ ഗ്രൂപ്പാണ്. ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ സ്ഥാനം പെട്ടെന്ന് കിട്ടുന്ന രീതിയിലാണ് നമ്പർ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് വലത് ഭാഗത്തു നിന്ന് ഇടത്തോട്ട് നിന്നാണ് എണ്ണുന്നതാണ് ഇതിൻ്റെ കറക്റ്റ് അല്ലേ. ഇപ്പോൾ 2ലാണ് ഇവിടുത്തെ ഫംഗ്ഷൻ ഗ്രൂപ്പ് നിൽക്കുന്നത്. മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 1 2 3 4 5 കാർബൺ ആറ്റങ്ങൾ. ഇത്രയും കാർബൺ ആറ്റങ്ങളുള്ള ആൽക്കൈൻ്റെ പേര് പെൻറ്റെയ്ൻ എന്നാണ് വരിക. ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ ശരിയായ സ്ഥാനസംഖ്യ 2 അല്ലേ. IUPAC നാമം പെൻറ്റൻ 2-on. പെൻറ്റെയ്നിൽ നിന്ന് E ഒഴിവാക്കുന്നു. അപ്പോൾ പെൻറ്റൻ എന്നായി. ഹൈഫണ് കൊടുക്കുന്നു. ഫംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ സ്ഥാനം കൊടുക്കുന്നു 2. വീണ്ടും ഹൈഫൺ കൊടുക്കുന്നു. CO ഫംഗ്ഷൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് അവസാനം ഓൺ എന്ന് കൊടുക്കുന്നു. അപ്പോൾ പെൻറ്റൻ 2-on. ഇനി വേറൊന്ന് 5 കാർബൺ ആറ്റം തന്നെയാണ് ഇവിടെയും ഉള്ളത്. അതിൽ മൂന്നാമത്തതാണ് അല്ലേ. മൂന്നാമത്തെ കാർബണിലാണ് ഫംഗ്ഷൻ ഗ്രൂപ്പ് ഉള്ളത് അല്ലേ. 3ലാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ പേരെന്ത് വരിക? പെൻറ്റൻ 3-on. പെൻറ്റൻ 3-on എന്നാണ് വരിക. ഇനി 5ാമത്തത് ഹാലോ ഗ്രൂപ്പുകളാണ്. ഈ ഹാലോ ഗ്രൂപ്പും ഫംഗ്ഷൻ ഗ്രൂപ്പുകളാണ്. നമുക്കറിയാം നമ്മുടെ പീരിയോഡിക് ടേബിളിലെ 17ാമത്തെ ഗ്രൂപ്പ് അല്ലേ ഹാലജൻസ് ആണ്. അതിൽ വരുന്ന ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ. അപ്പോൾ ഇവയാണ് ഈ ഹാലോ ഗ്രൂപ്പുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ. അപ്പോൾ ഹൈഡ്രോ കാർബണിൽ നിന്ന് 1 അതിലധികമോ ഹൈഡ്രജൻ ആറ്റങ്ങൾക്ക് പകരം തുല്യ എണ്ണം ഹാലജൻ ആറ്റങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന സംയുക്തങ്ങളെയാണ് ഹാലോ സംയുക്തങ്ങൾ എന്ന് പറയാം. ഫ്ലൂറോ, ക്ലോറോ, ബ്രോമോ, അയോഡോ തുടങ്ങിയ ഫംഗ്ഷൻ ഗ്രൂപ്പുള്ള ഓർഗാൻ സംയുക്തങ്ങൾ ഉണ്ട്. അപ്പോൾ ഫ്ലൂറിൻ വന്നാൽ ഈ പ്രത്യയങ്ങളാണ് വിളിക്കേണ്ടത്. ഫ്ലൂറിനാണെങ്കിൽ F വന്നാൽ ഫ്ലൂറോ, Cl ക്ലോറിൻ വന്നാൽ ക്ലോറോ എന്ന് പറയണം. Br ബ്രോമിനാണെങ്കിൽ ബ്രോമോ എന്ന് പറയണം. അയോഡിനാണെങ്കിൽ അയോഡോ എന്നും പറയണം അല്ലേ. അപ്പോൾ ഇവയുള്ള ഓർഗാനിക് സംയുക്തങ്ങളും ഉണ്ട് അല്ലേ. ഫംഗ്ഷൻ ലൂപ്പുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാം. ഇവിടെ മുഖ്യ ചെയിനിൽ എങ്ങനെയാണ് ഹാലോ ഗ്രൂപ്പിൻ്റെ IUPAC നാമകരണ രീതി? ഹാലോ സംയുക്തങ്ങളുടെ. അപ്പോൾ ആദ്യം ഹാലോ ഗ്രൂപ്പിൻ്റെ സ്ഥാനം ഹൈഫൺ, ഹാലോ ഗ്രൂപ്പിൻ്റെ പേര്,
ആൽക്കെയിൻ്റെ പേര്. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. ഇവിടെ 3 കാർബൺ ആറ്റങ്ങളുള്ള ഒരു കാർബൺ ചെയിന് അല്ലേ, മുഖ്യ ചെയിനിൽ 3 കാർബൺ ആറ്റം, അതിൽ ഒന്നാമത്തെ കാർബണിൻ്റെ കൂടെ ക്ലോറിനും വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിൻ്റെ IUPAC നാമം എഴുതാം? മുഖ്യ ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 3, 1 2 3 എന്ന് കൊടുത്തു. ഇത്രയും കാർബൺ ആറ്റങ്ങളുള്ള ആൽക്കെയിൻ്റെ പേര് പ്രൊപ്പൈനാണ്. നമുക്കറിയാം 3 കാർബൺ ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ ആൽക്കെയിൻ്റെ പേര് പ്രൊപ്പൈനാണ്. ഇനി ഇവിടുത്തെ ഹാലോ ഗ്രൂപ്പ് ക്ലോറിനാണ്. ക്ലോറിൻ വന്നാൽ എഴുതേണ്ടത് ക്ലോറോ എന്നാണ് അല്ലേ. ഈ ഹാലോ ഗ്രൂപ്പ് ഉൾപ്പെടുന്ന കാർബണിൻ്റെ ശരിയായ സ്ഥാനസംഖ്യ ഒന്നാമത്തെ കാർബണിലാണ് 1 അല്ലേ. വലതുഭാഗത്തു നിന്ന് ഇടത്തോട്ട് നിന്നാണ് ശരി. അപ്പോൾ 1 IUPAC നാമം എന്താ വരിക? ആദ്യം ഹാലോ ഗ്രൂപ്പിൻ്റെ സ്ഥാനം കൊടുക്കണം. 1 അല്ലേ, ഹൈഫൺ. ഇനി ഹാലോ ഗ്രൂപ്പിൻ്റെ പേര് ക്ലോറോ, അവസാനം ആൽക്കെയിൻ്റെ പേര്. അപ്പോൾ 1 ക്ലോറോ പ്രൊപ്പൈൻ, 1 ക്ലോറോ പ്രൊപ്പൈൻ എന്നാണ് ഇതിൻ്റെ പേര്. ഇനി മറ്റൊന്ന് CH3 CBr CH2 CH3. ഇവിടുത്തെ പ്രത്യേകത, നമ്മുടെ ചെയിനിൽ ആൽക്കെയിനിൽ 4 കാർബൺ ആറ്റങ്ങളുണ്ട്. രണ്ടാമത്തെ കാർബണിൽ നിന്ന് 2 ബ്രോമിന് അല്ലേ. ബ്രോമിൻ വരുമ്പോൾ Br വന്നാൽ ബ്രോമോ എന്നാണ് കൊടുക്കേണ്ടത്. 2 ഉണ്ടെങ്കിൽ ഡൈ എന്ന വാക്ക് ഉപയോഗിക്കുക, ഡൈ അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യം ഹാലോ ഗ്രൂപ്പിൻ്റെ സ്ഥാനം രണ്ടാമത്തെ കാർബണാണ്, 2 Br ഉണ്ട്. അപ്പോൾ 2ൻ്റെ സ്ഥാനങ്ങൾ കൊടുക്കണം. ഈ ബ്രോമിൻ്റെ സ്ഥാനം 2 ആണ്, ഈ ബ്രോമിൻ്റെ സ്ഥാനം 2 ആണ്. അപ്പോൾ 2 എന്ന് കൊടുക്കുക. 2,2 ഹൈഫൺ. 2 ബ്രോമിന് വന്നു, അപ്പോൾ ഡൈ ബ്രോമോ എന്ന് കൊടുക്കുക. 2 എണ്ണം ഒരേപോലെ വന്നു കഴിഞ്ഞാൽ 2 എണ്ണം ആണെങ്കിൽ ഡൈ, 3 എണ്ണം ആണെങ്കിൽ ട്രൈ, 4 എണ്ണം ഉണ്ടെങ്കിൽ ടെട്ര പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ 2 ഡൈ ബ്രോമോ ബ്യൂട്ടൈൻ. ചെയിനിൽ 4 കാർബണാണ്. അപ്പോൾ 2 ഡൈ ബ്രോമോ ബ്യൂട്ടൈൻ എന്നാണ് വരിക. ഇനി ഇവിടെ എക്സാമ്പിൾ ഉണ്ട്, സംയുക്തം IUPAC നാമം അല്ലേ. ഇവിടെ ഫസ്റ്റ് ഒരു IUPAC നാമം 2,3 ഡൈക്ലോറോ ബ്യൂട്ടൈൻ. 2,3 ഡൈക്ലോറോ ബ്യൂട്ടൈൻ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ബ്യൂട്ടൈനാണ് 4 കാർബണായിട്ടുള്ള ചെയിന്. രണ്ടാമത്തേലും മൂന്നാമത്തേലും എന്തുണ്ട്? ക്ലോറിനാണുള്ളത് അല്ലേ. അപ്പോൾ CH3 CHCl CHCl CH3 ഇതാണ് 2,3 ഡൈക്ലോറോ ബ്യൂട്ടൈൻ. ഇനി മറ്റൊന്ന് നമുക്ക് ഒരു സംയുക്തം തന്നു, അതിൻ്റെ IUPAC CH3 CH CH3 എങ്ങനെ വരിക? രണ്ടാമത്തേൽ ഫ്ലൂറിനാണ് F അല്ലേ. ഫ്ലൂറിനാണെങ്കിൽ ഫ്ലൂറോ എന്ന് ഓർത്താൽ മതി. അപ്പോൾ 2 ഫ്ലൂറോ പ്രൊപ്പൈൻ, 2 ഫ്ലൂറോ പ്രൊപ്പൈൻ. 3 കാർബണാണ് ചെയിനിലുള്ളത്. ഇനി അവസാനത്തത് സംയുക്തമുണ്ട് IUPAC നാമം. ഇവിടെ ഇത് I ആണ് അല്ലേ, അയോഡിനാണ്. 1 2 3 4 5 കാർബൺ ആറ്റങ്ങൾ. അപ്പോൾ ഒന്നാമത്തേലാണ് അയോഡിൻ വന്നത്. 1 അയോഡോ പെൻറ്റെയിൻ. 5 കാർബൺ ആറ്റങ്ങളാണ് ചെയിനിലുള്ളത്. 1 അയോഡോ പെൻറ്റെയിൻ. ഓക്കെ. ഇനി അടുത്തത് ആൽക്കോക്സി ഗ്രൂപ്പാണ്. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് കുറേ കൂടുതലായിട്ട് പറയാം. അപ്പോൾ ഇതിൽ ഇത്രയാണുള്ളത്. നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് എഴുതി പഠിക്കുക. എഴുതി പഠിച്ചിട്ട് വേണം പോവാൻ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറിച്ച് നോക്കണം. അപ്പോഴൊക്കെയാണ് നമുക്ക് ഈ ഓർഗാനിക് ഒന്നും കൂടെ എളുപ്പമാകുക. ഓക്കെ. അപ്പോൾ അടുത്തൊരു പാർട്ടോടുകൂടി നമുക്ക് ഈ 1ാമത്തെ ചാപ്റ്റർ തീർക്കാം. ഓക്കെ. നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.